അങ്ങയുടെ വ്യാകുലത മനസ്സിലാകുന്നു ഗുരു. നിന്ന അതാരോടായാലും പാപമാണ്. പരനിന്ന മഹാപാപം. അതിനേക്കാൾ പാപമാണ് ഗുരുനിന്ന. അങ്ങയോട് മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ടല്ലോ കംസരാജൻ. ഇടയ്ക്ക് സ്നേഹപൂർവമായ ചില ഉപദേശങ്ങൾ വിരോധം തോന്നാത്ത വിധത്തിൽ അങ്ങയ്ക്ക് നൽകിക്കൂടെ? ശ്രമിക്കാറുണ്ട്. ഒക്കെ പാഴ്ശ്രമങ്ങളായി പൊലിയുമെന്നു മാത്രം. ഗുരു, ഭഗവത് സ്തുതി ചിത്തത്തിൽ ഒതുക്കി രാജസ്തുതികൾ മാത്രം നാവാൽ മുഴക്കി കപടനാടകമാടാൻ വിധിക്കപ്പെട്ട ഒരുവനാണ് ഈ അക്രൂരൻ. അങ്ങയുടെ ധർമ്മസങ്കടം സരസമായി പറഞ്ഞു. അക്രൂരരെ, നമ്മുടെ രാജാവ് ഇനിയും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. നാം അത് അങ്ങയോട് വിശിഷ്യ പറയേണ്ടതില്ലല്ലോ. എങ്കിലും പറഞ്ഞു പോകുന്നു. ഇരിക്കുന്ന പീഠങ്ങളല്ല, അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് ഒരുവൻ ഉന്നത സ്ഥാനം സമ്മാനിക്കുന്നത്. ശരിയാണ് ഗുരു. എന്റെ മനസ്സിലിപ്പോൾ വല്ലാത്ത ഭയം. മധുരാ നഗരത്തെ ഒരു മുനിശാപം ഗ്രസിക്കുമോ എന്ന ഭീതി. നമുക്കും അതേ ഭീതിയുണ്ടുള്ളിൽ. പക്ഷേ ഭയന്നിരിക്കാനല്ലാതെ ഒരു പരിഹാരത്തിനിറങ്ങി പുറപ്പെടാൻ എനിക്കെൻ്റെ ഈ രാജഗുരുസ്ഥാനം പോലും തുണയാകുന്നില്ല. അങ്ങേക്കറിയാമല്ലോ, നിസ്വാർത്ഥമായ സൗമനസ്യം, ലക്ഷ്യം ജനക്ഷേമം, അതാവണം രാജാവ്. അതില്ലാത്ത രാജാവിന് എന്ത് രാജത്വം? രാജത്വമില്ലാത്ത രാജ്യത്ത് എന്തിന് രാജഗുരു? അരുത്, അങ്ങ് ഇവിടെ വന്നരുത്. ഈ ഉള്ളവന്റെ അപേക്ഷയാണ്. ഇല്ല അക്രൂരരെ, തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നേർവഴി ഉപദേശിക്കുവാനാണ് രാജഗുരു. ഒരു വൈദ്യനെപ്പോലെ രാജാവിൻ്റെ ഹൃദയം ചികിത്സിച്ച് ഭേദമാക്കേണ്ടവൻ. പക്ഷേ വൈദ്യൻ സ്വാധീനത്തിലുണ്ടെന്ന് കരുതി സ്വയം വിഷം കഴിക്കുന്ന ഒരാളിൻ്റെ മുന്നിൽ എന്ത് ഊഴമാണ് നാം കാത്തിരിക്കേണ്ടത്? ഗുരു, സമചിത്തതയുള്ള സമാദരണീയനാണങ്ങ്. രാജസദസ്സിൽ അപമാനങ്ങളേറെ സഹിച്ചാണ് അങ്ങ് കഴിയുന്നതെന്നും ഈ ഉള്ളവനറിയാം. എങ്കിലും ഏതു വിധമെങ്കിലും അങ്ങിവിടെ നിന്നേ തീരൂ. അങ്ങേക്ക് നിർവഹിക്കാൻ എന്തോ ചില ദൗത്യങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്ന് മനസ്സ് പറയുന്നു. ഗുരു, അങ്ങ് തീരുമാനം മാറ്റണം. എല്ലാം ഭഗവത്കരങ്ങളാൽ നേരെയാക്കപ്പെടും, സാക്ഷാൽ നാരായണമൂർത്തിയാൽ. അരുത്, ആ നാമം ഇവിടെ ഉച്ചരിക്കരുത്. അറിയില്ലേ അക്രൂരരെ? അറിയാം. പക്ഷെ ഗുരു, ജനഹൃദയങ്ങളിലെ നാമജപത്തിന് വിലങ്ങുവയ്ക്കാൻ ഒരു കൽപ്പനയ്ക്കുമാവില്ല. കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടാലും ഭക്തന്റെ മനസ്സിൽ സദാ നാമജപങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. ഗുരു, അങ്ങനെ കാരാഗ്രഹത്തിൽ നിന്നുയരുന്ന മൗനമായ ജപധ്യാനങ്ങൾക്ക് ഭഗവാൻ ചെവി കൊടുക്കുന്നില്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? ഭഗവത് നാമം വിലക്കിയ നാട്ടിൽ ഭഗവത് കടാക്ഷം സംഭവിക്കില്ല എന്ന് കരുതുന്നുണ്ടോ? നമുക്ക് കാത്തിരിക്കാം ഗുരു, ഭൂമിയോളം ക്ഷമിച്ച് കാത്തിരിക്കാം. ഭഗവത് കൃപയാൽ മധുരാപുരി അനുഗ്രഹിക്കപ്പെടും വരെ. അതുവരെ ഗുരു അങ്ങുണ്ടാകണം, ഒപ്പം. അങ്ങയുടെ വാക്കുകൾക്ക് നാം കീഴടങ്ങുന്നു. യാത്ര പറയാനാണ് വിളിപ്പിച്ചത്. പക്ഷേ അങ്ങനെ കീഴടക്കിക്കളഞ്ഞു മഹാശയൻ.